കാറ്റിലും മഴയിലും വീട് തകർന്നതോടെ ദുരിതക്കയത്തിലായിരിക്കുകയാണ് ചെല്ലാനം മറുവക്കാട് സ്വദേശികളായ ദമ്പതികൾ. മഴക്കാലത്ത് രോഗിയായ ഭർത്താവിനെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് 55-കാരി കൊച്ചു ത്രേസ്യ. എത്രയും വേഗം അധികൃതർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞയാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിലും മഴയിലും മറുവക്കാട് സ്വദേശി ജോൺസന്റെ ആകെയുണ്ടായിരുന്ന കിടപ്പാടം നശിച്ചു. കാറ്റിൽ മേൽക്കൂരകൾ ഇളകിപ്പോയി. മഴ പെയ്ത് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാകെ നശിച്ചുപോയി. എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചുനിന്ന ജോൺസണും കൊച്ചുത്രേസ്യയ്ക്കും അടുത്ത വീട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് അഭയം നൽകിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ശക്തമായ കാറ്റ്, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റായിരുന്നു. അപ്പം ഞാനും ചേട്ടനും കൂടി ഈ കാറ്റ് വന്നത് കണ്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് വന്നത്. ചേട്ടന് വയ്യാത്തതുകൊണ്ട് അവിടെ കസേരയിട്ട് കൊടുത്തിട്ട് അവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ. അപ്പം തന്നെ ആ ബാക്കിലെ ഷീറ്റ് വന്ന് ഞങ്ങളുടെ മുമ്പിലായിട്ട് വന്ന് വീണു. അപ്പുറത്തെ വീട്ടുകാർ അങ്ങോട്ട് ഞങ്ങളെ വിളിച്ച് അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ചേട്ടന് സ്ട്രോക്ക് വന്നുകൊണ്ട് നടക്കാൻ വയ്യ. ആ വീട്ടിലെ ചേട്ടൻ വന്നാണ് ചേട്ടനെ പൊക്കി അപ്പുറത്തുകൊണ്ടൊക്കെ എടുത്തിയത്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ജോൺസൺ 2 മാസം മുൻപാണ് സ്ട്രോക്ക് വന്ന് കിടപ്പിലായത്. അതോടെ കുടുംബത്തിന്റെ ഏക വരുമാനവും മുടങ്ങി. മരുന്നിനും മറ്റാവശ്യങ്ങൾക്കും പണം കണ്ടെത്താനാകാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ആകെയുണ്ടായിരുന്ന കിടപ്പാടം കൂടി കാറ്റും മഴയും കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഷെഡാണ് അത്യാവശ്യം വേണ്ട, എല്ലാ സാധനവും നശിയാണ്, അലമാരി ഡ്രസ്സൊക്കെ മൊത്തം നനഞ്ഞ് ഒന്നും എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഒരു ഷെഡ് കെട്ടിത്തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 50,000 രൂപയാവുമെന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഒരു ചേട്ടൻ പറയണം 1 ലക്ഷമൊക്കെ കഴിയും ഒരു ഷെഡ് കെട്ടണമെങ്കിലെന്ന്. അപ്പം ഷെഡും ഇല്ല, വീടും ഇല്ല, ഒന്നുമില്ല. ഇയാളെയായിട്ട് ഞാനിവിടെ പോകാൻ. ജോൺസണും കൊച്ചുത്രേസ്യയ്ക്കും കയറിക്കിടക്കാൻ ഒരു ഷെഡെങ്കിലും വേണം. ഇടിഞ്ഞു പൊളിയാറായ ഒരു ചെറിയ മഴ വന്നാൽ വെള്ളം കയറുന്ന വീട്ടിൽ മഴക്കാലത്ത് ധൈര്യത്തോടെ കയറിക്കിടക്കാനാവില്ല. ഈ ദുരിതക്കയത്തിൽ നിന്ന് കരകയറാൻ അധികൃതർ കനിയണമെന്നാണ് ഇവരുടെ ആവശ്യം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.